ഹലോ, വെൽക്കം ടു മൈ ക്രാഫ്റ്റ് വേൾഡ് DIY ഗേൾ അനു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കുറേ നല്ല ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് FB പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? മറ്റൊന്നുമല്ല, നമ്മുടെ ഓറഞ്ചിൻ്റെ തൊണ്ടാണിത്. ഇത് നല്ല ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയത്തൊക്കെ ഓറഞ്ച് എല്ലാവരും കൂടുതൽ വാങ്ങുന്നുണ്ടല്ലോ, വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ടും നല്ലതല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ ഓറഞ്ചിൻ്റെ തൊണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കളയാതെ ഇതേപോലെ എടുത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്ത് വെക്കണം കേട്ടോ. ഈ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്ക് പണ്ട് തൊട്ടേ ഓറഞ്ച് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ വലിയ ഇഷ്ടം കേട്ടോ. ഇത് പൊട്ടി പോവാതെ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ റൗണ്ടിലൊന്ന് വരഞ്ഞു കൊടുക്കുക. അത് തൊണ്ട് കട്ട് ചെയ്യണം, അത്രയും ഒന്ന് വരയണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ആ അറ്റം ഉണ്ടല്ലോ, ആ പോർഷൻ ഇതേപോലെ ഒന്ന് പൊളിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് ആദ്യം തന്നെ പൊളിക്കണ്ട, ചുറ്റും ഒന്ന് സൈഡ് എല്ലാ പാട്ടും കുറേശ്ശെ പൊളിക്കുക. എന്നിട്ട് മാത്രം ഉള്ളിലേക്ക് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല പോലെ കിട്ടും. ഒട്ടും കീറിപ്പോവൊന്നുമില്ല കേട്ടോ. ഏത് ഓറഞ്ച് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. മറ്റേ വലിയ ഓറഞ്ചൊക്കെ ആണെങ്കിൽ വലിയ കപ്പ് പോലെ കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇത് ഉണങ്ങാൻ വയ്ക്കുമ്പം നമ്മൾ ഇതിങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ ആ ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം ആ ഷേപ്പിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഷേപ്പിൽ കറക്റ്റ് റൗണ്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ പിടിച്ച് വെച്ചിരുന്നാൽ മതി. 2-3 ദിവസം കൊണ്ട് തന്നെ നല്ലോണം ഉണങ്ങി കിട്ടും. എൻ്റേത് ഞാനിവിടെ വെയിലത്തൊരു ഒരാഴ്ചയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനലിനൊക്കെ വെച്ചിരുന്നു. എന്നിട്ട് പിന്നെ അടുത്തൊരു ടിന്നിലിട്ട് വെച്ചിരുന്നതാണ്. 1 മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. കളറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ്, ബ്ലൂ, യെല്ലോ ഇത് 3 കൂടി മിക്സ് ചെയ്തു. വൈറ്റ് കൂടുതലെടുത്തു, ബ്ലൂ കുറച്ചെടുത്തു, യെല്ലോ ഇത്തിരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഈ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന കളറിൻ്റെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന കളറും വേരി ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഇതൊക്കെ പെയിൻറ്റ് ചെയ്യാൻ നല്ല സുഖം കേട്ടോ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. വലിയ ശ്രദ്ധയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ ഈ കളർ തന്നെയാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്ത കളറുകളുണ്ടല്ലോ, അത് 2-3 എണ്ണത്തിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് നല്ലൊരു കളർ കോമ്പിനേഷന് കിട്ടുക. ഡാർക്ക് കളറും പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലൂ, യെല്ലോ, ദെൻ ഗ്രീനിൻ്റെ ഈ ഷെയ്ഡ്, നമ്മുടെ ലീഫ് ഗ്രീൻ, ഇത്രയും കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ പെയിൻറ്റ് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ സച്ചൂട്ടിനും റിച്ചൂട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ബോർഡറിൽ കൂടെ ഒരു നല്ലൊരു ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മുടെ അക്രിലിക് പെയിൻറ്റ് തന്നെ വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം എല്ലാത്തിൻ്റെയും ബോർഡറിൽ കൂടെ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാറ്റേണിൽ വോൾ ഹാങ്ങിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലെങ്ത് വൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ടൊന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്ത കാര്യം പറയാൻ വിട്ടുപോയിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അക്രിലിക് പെയിൻറ്റ് വൈറ്റ് കൂടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതിയാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട പാറ്റേണിൽ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ ഒന്ന് അടുക്കി നിരത്തി വെക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇത് ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഉണങ്ങി കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഒട്ടിക്കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല. ഫെവിക്വിക്കോ ഫെവി ബോണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അങ്ങനെ എല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഹാങ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഹുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ത്രെഡാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വുളൻ ത്രെഡ് ഇല്ലേ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്.
ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ മേളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ ഹാങ് ആയി കിടന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളറോ അതിൽ വേറെ കളറൊക്കെ അടിച്ച് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇത് തന്നെ നല്ല കളറുണ്ട്. ഈ ഹുക്ക് ഫിറ്റ് ചെയ്താൽ നല്ലപോലെ ഉണങ്ങുന്ന വരുന്ന വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണേൽ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, കാരണം അത് ഹാങ് ആക്കി ഇടേണ്ടതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. എന്നിട്ട് ഭിത്തിയിലിടാം. പിന്നെ അതേപോലെ തന്നെ ഇതിനുള്ളിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിതാണ് നല്ലൊരു എലഗൻറ്റ് ലുക്കായിട്ട് തോന്നിയത്. ഓവർ വർക്കൊന്നും ചെയ്യണ്ട. നമുക്കിത് ഭിത്തിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. നമ്മളിങ്ങനെ ചെയ്തെടുത്ത ഒരു ഐറ്റമാണെന്ന് തോന്നത്ത് പോലുമില്ല. അപ്പോൾ ഞാനിത് വോളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ലുക്ക് കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വല്ല സ്റ്റോണോ പേളോ ഒക്കെ വെച്ച് കൊടുക്കാം. പിന്നെ അതേപോലെ എന്തെങ്കിലും ത്രെഡിൽ ഇതേപോലെ മുത്തൊക്കെ തൂക്കിയതൊക്കെ വേണമെങ്കിൽ എന്തിലും കൊണ്ട് തൂക്കിയിടാം. പക്ഷേ എനിക്കിതിൽ കൂടുതലും ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ഉണ്ടെങ്കിൽ കുറേ നമുക്ക് താഴെ വരെ കുറച്ച് ലെങ്ത് കിട്ടുകയും ചെയ്യും. സൈഡിലും കുറച്ചുകൂടെ വീതിയൊക്കെ കൂട്ടി വെക്കാനായിട്ട് കുറേ ഓറഞ്ചിൻ്റെ തൊണ്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ അധികം കളക്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചാണെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ കിട്ടുന്ന ടൈമിൽ എടുത്ത് വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. പിന്നെന്താ, അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്